ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവർക്കും അതാണ് ടെൻഷൻ. എന്താണ് രാവിലെ ഉണ്ടാക്കുക, എന്താണ് കറി ഉണ്ടാക്കുക, അതൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു ഐറ്റം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ ഇത് മാത്രം ഉണ്ടാക്കിയാൽ മതി. അതിന് വേണ്ടി തട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ചൂടായ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലോട്ടേക്ക് വെജിറ്റബിൾസ് ഒരു സവാള, ചെറിയ സവാളയാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് പകുതി കേട്ടോ. പിന്നെ ക്യാരറ്റ് പകുതി, വലിയ ക്യാരറ്റിൻ്റെ പകുതി. പിന്നെ ഇഞ്ചി ചെറിയ ഒരു കഷ്ണം കേട്ടോ, അത് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി 1/4 ഭാഗം മാത്രം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. അതിലോട്ടേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് കുറച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് സോഫ്റ്റായ സമയത്തോട്ട് ഇതിലോട്ടേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൽ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കണമെന്നില്ല, അപ്പോൾ മാഗി ക്യൂബ് ചേർത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, പിന്നെ മെയിനായിട്ട് വേണ്ട ചിക്കൻ മസാല ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് മജ്ബൂസ് പൗഡറോ ബിരിയാണി മസാല ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് പച്ചമണം ഒന്ന് മാറി കിട്ടുന്ന സമയത്ത് നമുക്കിതിലോട്ടേക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ എത്രത്തോളം ഉപ്പുമാവ് റവ എടുക്കുന്നത് അതിന് നമ്മൾ 1 കപ്പ് ഉപ്പുമാവ് റവ എടുക്കുന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് ഇതുപോലെയുള്ള ഉപ്പുമാവ് റവ എടുക്കുക. ഉപ്പുമാവ് റവ എന്ന് പറയുന്നത് നുറുക്കരിയൊക്കെ ഇല്ലേ, അതാണ് സംഭവം. അത് പല വിധത്തിൽ വരുന്നുണ്ട്. കുറച്ച് വലിയ വിധത്തിൽ ഇത് നല്ല പൊടി പോലെയുള്ള ഉപ്പുമാവ് റവ കേട്ടോ. ഇതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാനിൽ വെച്ച് ചെയ്തെടുക്കുന്നത്. അഥവാ കുറച്ച് വലുതാണെങ്കിൽ കുക്കറിൽ 2-3 വിസിൽ അടിച്ചെടുത്തിട്ട് റെഡിയാക്കി എടുത്താലും മതി. എന്നിട്ട് നമുക്കിതൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് തിളച്ച സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതാകുമ്പോൾ കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ നമുക്ക് രാവിലെ കഴിക്കാനും കുട്ടികൾക്ക് ലഞ്ച് ബോക്സൊക്കെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് തിളച്ച സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് വെള്ളം വറ്റി വരട്ടെ. അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു സോഫ്റ്റായിട്ട് കാണും. കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നല്ല വിട്ട് വരുന്ന വിധത്തിലായി കിട്ടും കേട്ടോ. ഇപ്പം നമ്മളുടെ ഒരു അടിപൊളിയായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എന്തായാലും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. ഇതിൻ്റെ കൂടെ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.